ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പന്ന്യൻ രവീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. പന്ന്യൻ രവീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. MV ജയരാജൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലും അതിശക്തമായ മത്സരമാണ്. MV ജയരാജനും K സുധാകരനും തമ്മിൽ. MV ജയരാജനും വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നേതാക്കളെല്ലാം തന്നെയും അതിരാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് മറ്റ് ബൂത്തുകളിലും മറ്റും പോകേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾക്ക് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും എന്തായാലും പോകാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും പരമാവധി പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടാവുക. G കൃഷ്ണകുമാർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ഏതാണ്ട് വോട്ട് ചെയ്യാനുള്ള വരി അദ്ദേഹത്തിന് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അല്പം മുമ്പ് EP ജയരാജൻ LDF കൺവീനർ പറയുന്നത് ഗൂഢപദ്ധതി തനിക്കെതിരെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ച്. ഏതായാലും വലിയ ക്യൂ ആണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്മൃതി നമ്മൾ കാണുന്നത്. തീർച്ചയായും പലയിടത്തും ഈ യന്ത്രത്തകരാർ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും 112-ാം ബൂത്തിൽ യന്ത്രത്തകരാർ. അവിടെ വോട്ടിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സമയം ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുമ്പോഴും വോട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പൊന്നാനി തൃത്താല ഞങ്ങാട്ടിരി UP സ്കൂൾ 107-ാം ബൂത്തിലും മെഷീൻ തകരാറിനെ തുടർന്ന് പോളിംഗ് വൈകിയാണ്. പത്തനംതിട്ടയിലും ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് തുടങ്ങി. വീണ്ടും സംസാരിക്കുന്നു. നമുക്ക് എന്താണ് ശരി. ഗൂഢാലോചന ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ സുധാകരൻ്റെ നിലപാട് സംബന്ധിച്ചൊരു രാജ്യം മുഴുവൻ ഒരു വസ്തുത പരന്നു. അത് അയാളും അംഗീകരിച്ചു. അയാൾ രാജേനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ BJPയുടെ ഒരു പ്രമുഖനായ നേതാവ് എന്നെ സമീപിച്ച് ഞാനങ്ങനെ 3-4 വട്ടം അവരുമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നേതാക്കളെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വർഷത്തോളമായി ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് ആകെ ഞാൻ അതിനിടയിൽ പോയത് നമ്മുടെ മന്ത്രിമാരും MLA-മാരും ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ്. എനിക്കെന്താ ഈ നന്ദകുമാറിൻ്റെ പോകേണ്ട കാര്യം?